ഉത്തർപ്രദേശിലെ സംഭാലിൽ പള്ളിയിൽ നടത്തിയ സർവേയിൽ ചൊല്ലിയുണ്ടായ സംഘർഷം തുടരുന്നു. മുഗൾ ഭരണ കാലഘട്ടത്തിൽ നിർമ്മിത ജാഹി ജുമാ മസ്ജിദിൽ ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്തുന്നതിന് ഇടയിലാണ് ആക്രമണമുണ്ടായത്. പോലീസുമായി ഉണ്ടായ സംഘർഷത്തിൽ 4 മുസ്ലിം യുവാക്കൾ മരിച്ചിരുന്നു. നൗമാൻ ബിലാൽ, നൈം മുഹമ്മദ്, കൈഫ് എന്നിവരാണ് മരിച്ചത്. ഇവരിൽ 2 പേർ നാടൻ തോക്കിൽ നിന്നുള്ള വെടിയുണ്ട ഏറ്റാണ് മരിച്ചതെന്നും പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും പ്രദേശത്ത് ആക്രമണമുണ്ടായി. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് ഇന്റർനെറ്റും അധികൃതർ വിച്ഛേദിച്ചു. സംഘർഷത്തിൽ 20ഓളം പോലീസുകാർക്കും പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ ഒരു കോൺസ്റ്റബിൾ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം. അക്രമി സംഘം വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പോലീസുകാരന് കാട്ടിൽ നിന്ന് വെടിയേറ്റതായും അറിയിച്ചു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 21 പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലീസിനെയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും BJP RSSന്റെയും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭയാനകമായ ഫലമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നേരിട്ട് വെടിയുതിർക്കുകയായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കുറ്റപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തി. BJP സർക്കാർ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ അക്രമം സംഘടിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ശ്രീഹരി മന്ദിർ തകർത്ത അതിനു മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന അവകാശവാദവുമായി വിഷ്ണു ജെയിൻ എന്ന അഭിഭാഷകൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സർവേക്ക് ഉത്തരവിട്ടത്. സർവേക്കായി ഉദ്യോഗസ്ഥരും പോലീസും എത്തുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. പോലീസിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജും കണ്ണീർ വാതകവും പ്രയോഗിക്കുകയായിരുന്നു. അതേസമയം അക്രമങ്ങൾക്കിടയിലും ഉദ്യോഗസ്ഥർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സർവേ പൂർത്തിയാക്കി. കോടതിയുടെ നിർദ്ദേശപ്രകാരം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഉപയോഗിച്ച് സർവേ സംഘം സംഭവ സ്ഥലത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതായിട്ട് ഹർജിക്കാരനായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്ന നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും മസ്ജിദിൽ ഉണ്ട് എന്നും ഇത് കണക്കിലെടുത്ത് സർവേ നടത്തണമെന്നുമായിരുന്നു അഭിഭാഷകന്റെ ആവശ്യം. 2ാം ഘട്ട സർവേ ആണ് ഇന്ന് നടന്നത്. നവംബർ 19-ന് സംഭാലിൽ ലോക്കൽ പോലീസിന്റെയും മസ്ജിദ് മാനേജ്മെന്റിന്റെയും സാന്നിധ്യത്തിൽ സമാനമായിട്ടുള്ള സർവേ നടന്നിരുന്നു. ഈ പരിശോധനയിൽ ക്ഷേത്രത്തോട് സാമ്യമുള്ള ചിഹ്നങ്ങളോ വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വിഷയത്തിൽ സർക്കാരും സുപ്രീം കോടതിയും ജാഗ്രതയോടെ ഇടപെടണമെന്ന് BSP അധ്യക്ഷനായ മായാവതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാരും സുപ്രീം കോടതിയും ജാഗ്രത പുലർത്തണമെന്നും മായാവതി പറഞ്ഞിരുന്നു. അതേസമയം സംഭാൽ ആക്രമണത്തിന് പിന്നിൽ BJP ആണ് എന്ന് SP അധ്യക്ഷൻ അഖിലേഷ് യാദവും ആരോപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സംഘർഷം ഉണ്ടാക്കിയത് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം അക്രമത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ BJP രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും BJP RSSന്റെയും ആയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ അക്രമം നടത്തിയത് എന്നാണ് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആരോപിക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇത് തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. അവരുടെ സർക്കാരും ഭരണകൂടവും തെരഞ്ഞെടുപ്പ് ദുരുപയോഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്.